ഇറാനിൽ വെള്ളിയാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായി ആക്രമണം നടത്തിയത് 80 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ. സൈനിക കേന്ദ്രങ്ങളിൽ ഇട്ടത് 230 ബോംബുകൾ. തെഹ്റാനിലെ മെർഹാബാദ് വിമാനത്താവളത്തിൽ തീപിടുത്തമുണ്ടായി. റവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ 16 വിമാനങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും കുവൈറ്റ് പ്രതിരോധ മന്ത്രി അബ്ദുള്ള അലി അബ്ദുള്ള അൽ സലീം അൽ സബാവുമായി ഫോൺ സംഭാഷണം നടത്തി. കുവൈറ്റിൽ അലി അൽ സലീം എയർബേസിനെ ആക്രമിച്ചെന്നും US സൈന്യത്തിന്റെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങളും 2 റൺവേകളും തകർത്തെന്ന് ഇറാൻ. വ്യോമപാത ഭാഗികമായി തുറന്നതോടെ ഖത്തർ എയർവേസ് ഏതാനും ഫ്ലൈറ്റുകൾ പുനരാരംഭിച്ചുവെന്നും അറിയിച്ചു. ലെബനീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 290 കടന്നു. പലായനം ചെയ്തവർ 95,000 കടന്നു. ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ തകർത്തു. ഗോലാൻ ഹൈറ്റ്സിലെയും സഫ്ദിയിലെയും ഇറാനിയൻ സൈനികം ബേസുകൾക്ക് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇസ്രായേലിന് $15.18 കോടി ആയുധം നൽകാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം കിട്ടി. ഇറാഖിലെ കുർദിസ്ഥാനിലെ ഹോട്ടലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ജോർദാനിലെ മുവാഫിക് സൽത്തി എയർബേസിൽ USന്റെ നാഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി റഡാർ സിസ്റ്റം യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇറാൻ തകർത്തെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. $30 കോടി വിലമതിക്കുന്ന സംവിധാനമാണ് തകർത്തത്. ഈ ഭീകരാവസ്ഥയ്ക്ക് ഇടയിലും അറബ് ലീഗ് രാജ്യങ്ങളിൽ വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര വെർച്വൽ യോഗം ഇന്ന് ചേരും. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധം പരിഹരിക്കാൻ ഇറാനുമായി തൽക്കാലം ചർച്ചയ്ക്കില്ല എന്ന് സൂചനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ സൈന്യത്തെയും ഇപ്പോഴുള്ള ഭരണ നേതൃത്വത്തെയും പൂർണ്ണമായും തകർത്തതിനു ശേഷമായിരിക്കും യുദ്ധത്തിന് അവസാനമെന്ന് അദ്ദേഹം പറഞ്ഞു. കീഴടങ്ങാൻ പോലും ആളില്ലാത്ത വിധത്തിലായിരിക്കും ഇനിയുള്ള സൈനിക നടപടി. ഇറാനിൽ കരയുദ്ധം തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും ട്രംപ് സൂചന നൽകി. അങ്ങനെയാണെങ്കിൽ യുദ്ധം ഇനിയും തുടരാനാണ് സാധ്യത. അത് രാജ്യാന്തര തലത്തിൽ വിപണികളെ സാരമായി ബാധിക്കും. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുമേൽ ഇറാൻ മിസൈൽ ഡ്രോൺ പ്രയോഗം തുടരുകയാണ്. ഇറാൻ കീഴടങ്ങുമെന്നത് ട്രംപിന്റെ സ്വപ്നമാണെന്നും ഇന്നലെ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ പറഞ്ഞു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന പ്രസിഡന്റിന്റെ നിലപാടിനോട് ഇറാൻ സൈന്യത്തിന് വിയോജിപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അയൽ രാജ്യങ്ങളെ ഇല്ല, ഇവിടെയുള്ള US സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നതെന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ ഇറാനിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. പെഷസ്ക്യാന്റെ നിലപാട് US മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മതപണ്ഡിതനായ ഹമീദ് റാസ പറഞ്ഞു. ഇറാനിൽ ഇടക്കാല ഭരണം നടത്തുന്ന 3-അംഗ കൗൺസിലിനും യുദ്ധം തുടരുമെന്ന നിലപാടാണ്. അമേരിക്കൻ ബേസുകളിൽ ആക്രമണം തുടരുമെന്ന് കൗൺസിൽ അംഗവും നീതിന്യായ വിഭാഗം തലവനുമായ മൊഹസിനി ഇജായ് പറഞ്ഞു. മേഖലയിലെ പല കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താനാണ് ഇറാൻ സൈന്യം പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ കനത്ത നഷ്ടത്തിലായിരുന്ന വിപണി വരും ദിവസങ്ങളിൽ ചാഞ്ചാട്ടം തുടരും. പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ തന്നെയാകും വിപണിയെ കൂടുതലും ബാധിക്കുക. ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റമാകും നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രം. വിലയുണ്ടാക്കുന്ന ചെറിയ വർധന പോലും സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഹോർമോസസ് കടലൊടുക്ക് അടച്ചത് രാജ്യാന്തര തലത്തിൽ വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് സാമ്പത്തിക മേഖലയിൽ എന്ത് പ്രതിഫലമുണ്ടാക്കുമെന്നും നിക്ഷേപകർക്ക് ആശങ്കയുണ്ട്. യുദ്ധം കൂടുതൽ കാലം തുടർന്നാൽ രാജ്യാന്തര തലത്തിൽ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക വളർച്ചാ മുരടിപ്പിനും വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കൂടാതെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം നിരവധി അമേരിക്കൻ സൈനികരെ ഇറാൻ തടവിലാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അലി ലാരിജാനി രംഗത്തെത്തിയിരുന്നു. ശനിയാഴ്ച എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം അവകാശപ്പെട്ടത്. ഇക്കാര്യത്തെക്കുറിച്ച് അമേരിക്ക മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറാന്റെ അവകാശവാദം തള്ളി അമേരിക്ക രംഗത്തെത്തി. ഇറാനിയൻ ഭരണകൂടം നുണകൾ പ്രചരിപ്പിക്കാനും കബളിപ്പിക്കാനും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് മറ്റൊരു വ്യക്തമായ ഉദാഹരണമാണ് ലാരിജാനിയുടെ പോസ്റ്റ് എന്ന് മറുപടിയുമായി US നേവി ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറഞ്ഞു. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാന് നേരെ സംയുക്ത ആക്രമണം ആരംഭിച്ചതിനു ശേഷം US സായുധ സേനയിലെ 6 അംഗങ്ങളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം കുർദുകളെ ഇറാനിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി. യുദ്ധം ഇപ്പോൾ തന്നെ സങ്കീർണമാണെന്നും ഇതിലേക്ക് കുർദുകളെ അയച്ച് അവർക്ക് പ്രയാസമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇറാഖിലെ കുർദ് നിയന്ത്രണ പ്രദേശത്ത് ഇറാൻ ആക്രമണം ശക്തിപ്പെടുത്തിയതോടെയാണ് ട്രംപിന്റെ മലക്കം മറിച്ചിൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.